ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ ആ പ്രഭാതം നന്ദിയോടുകൂടി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ദിവസവും അങ്ങനെ തന്നെ തുടങ്ങണം. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സഹിക്കാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളതെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ സഹിച്ച് മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ദൈവത്തെ മുൻനിർത്തണം. ദൈവം മുന്നിൽ നിന്ന് നമ്മളെ നയിക്കണം. നമ്മൾ മുന്നിലും ദൈവം പുറകിലും നിന്നിട്ട് കാര്യമില്ല. പല കേസുകളിലും നമ്മളാണ് മുമ്പിൽ, ദൈവം പുറകിലാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് ഓടാൻ പറ്റുന്നത്? ഓടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തത്തുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുമില്ല. അപ്പം മുന്നോട്ടേക്ക് നമ്മൾ പോകണമെങ്കിൽ ഒരുപാട് മുള്ളുകൾ, ഒരുപാട് പാതകൾ, അതുപോലെ കല്ലുകൾ ഒക്കെ ചവിട്ടി നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മുറിഞ്ഞാലും, കാല് മുറിഞ്ഞാലും, ശരീരം മുറിഞ്ഞാലും, വേദനിച്ചാലും യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കർത്താവിനെ കൂടാതെ പോകാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, ആവേ മരിയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊക്കെ സുപരിതമായിട്ടൊരു മനുഷ്യനാണ് ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പം ഞാൻ രാവിലെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. ഗുഡ്നസ് ചാനലിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, ഒരു ഹിന്ദുവാണ്. ഇതിനു മുമ്പും അദ്ദേഹം ഇതുപോലുള്ള ഓഡിയോസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഒരു അച്ഛന്മാരുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ക്രിസ്തുവിൽ അപരിചേതനെന്നോ പരിചേതനെന്നോ ഒന്നുമില്ല. എല്ലാവരും കർത്താവിന് തുല്യരാണ്. കർത്താവ് പറയുന്നത് നമ്മളോട് നിയമം പാലിക്കുക എന്നുള്ളതാണ്. ആരാണെങ്കിലും ശരി, അവൻ നിയമം പാലിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് അങ്ങനെ ഉള്ളൊരു മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണേ, അത് ശരിക്കും പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വലിയൊരു ദാനവും ഫലങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നവരോട് പറയാണ്, അതൊരു ക്രിസ്ത്യാനികൾക്ക് നാണക്കേടാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാനക്കേടുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ദൈവം ആരുടെയും ഇതിൽ എന്താ പറയുക, ഇന്ന ആളുടെയാണ്, ഇന്ന മതത്തിലാണെന്ന് എഴുതപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിശുദ്ധ പുസ്തകം വായിച്ച് നോക്ക്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താകുന്നു? അപ്പോസ്തല പ്രവർത്തനം വായിച്ച് നോക്കുക. ക്രിസ്ത്യാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മൾ പറയാം ക്രിസ്തുവിൻ്റെ രാജ്യം ഒരു കിങ്ഡമാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു 10 പേര് ചേർന്നൊരു കൂട്ടായ്മ നടത്തുകയെന്ന് വെച്ചോ, ആ കൂട്ടായ്മയിൽ നമുക്കറിയാം നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുന്നൊരു കൂട്ടായ്മയാണ്. അതിനെ നമ്മൾ പ്രത്യേകം മതം കൊണ്ടും ജാതി കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും കാണാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഹരി പത്തനാപുരം പോലെയുള്ള ആളുകൾ മാത്രമല്ല, ഏത് മതത്തിലുള്ള ഏത് സഭയിലുള്ള ആളുകളാണെങ്കിൽ പോലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ അവിടെ നമ്മൾ അളക്കേണ്ടത് ആ വ്യക്തിയുടെ നിലവാരമല്ല, ആ വ്യക്തി ചെയ്യുന്ന ജോലിയല്ല, ആ വ്യക്തിയുടെ സ്വഭാവമല്ല, മറിച്ച് എന്താണ് നമ്മൾ നോക്കേണ്ടത്? അദ്ദേഹം പറയുന്ന വാക്കുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം വളരെ സത്യമാണ്. ക്രിസ്തു ഇന്നും കരയുന്നു. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. യേശു കർത്താവ് ഇന്നും കരയുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിമർശിക്കരുത്, ഒന്നിനെയും വിമർശിക്കരുത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്തിനാണ്? മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാനാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അഹങ്കരിക്കരുത്. നമ്മൾ ഒന്നിനെ അഹങ്കരിക്കരുത്. അയ്യോ ഞാൻ വലിയ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുമ്പോൾ ഓർക്കണേ, നിങ്ങൾ നിയമം പാലിക്കുന്നുണ്ടോ? നിയമം പാലിച്ചിട്ടാണോ നമ്മൾ നിയമം പാലിക്കുന്നത്? ക്രിസ്തു ആരെയാണ് വിമർശിച്ചേക്കുന്നത്?
ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആരെയാണ്? നമുക്കറിയാം കർത്താവിനെ ഏറ്റവും അധികം പീഡിപ്പിച്ച ആളാണ് സാവോൾ പീഡിപ്പിച്ചോ? എത്രമാത്രം സാവോൾ ക്രിസ്തുവിനെ പീഡിപ്പിച്ചു അല്ലേ? കർത്താവിനെ സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവരും അവൻ എന്ത് ചെയ്തു? തുറുങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്തില്ലേ? അപ്പോസ്തല പ്രവർത്തനം എടുത്ത് വായിച്ചു നോക്ക്, അതിനകത്ത് എഴുതിയിട്ടില്ലേ? എന്നിട്ട് എൻ്റെ അവസാനം ആ മനുഷ്യൻ തന്നെ വലിയൊരു സുവിശേഷ പ്രഘോഷകനായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ സാവൂൾ എന്ന പൗലോസിനെ നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളൊരിക്കലും കർത്താവിനെ പീഡിപ്പിക്കരുത്. നമ്മളാണ് ശരിക്കും യഥാർത്ഥ കർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് 2 നല്ല വാക്ക് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കണ്ടേ. സമൂഹത്തിന് മുമ്പിൽ പറയാൻ ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? മതത്തെ വിമർശിച്ചിട്ടില്ല, ക്രിസ്തുവിനെ വിമർശിച്ചിട്ടില്ല, അല്ലേ? ഒരു ജാതിയോ മതത്തെ വിമർശിച്ചിട്ടില്ല. ആ മനുഷ്യൻ പറയുന്നുണ്ട് ക്രിസ്തു കരയുകയാണ്. ജനുവിനായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ? നമ്മളെപ്പോലുള്ള പാപികളെ കൊണ്ട് സത്യം പറഞ്ഞ കർത്താവ് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം എത്രയോ സ്ഥലങ്ങളാണ് പരിശുദ്ധ അമ്മ കണ്ണീരൊഴുകുന്നത്, അല്ലേ? രക്തക്കണ്ണീരിൻ്റെ ജപമാലയൊക്കെ ചൊല്ലുന്ന ദൈവമക്കളെ, നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടെ? പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര് രക്തമാണ്, രക്തം. പാപത്തിൽ മുങ്ങിയ പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും മുകളിലേക്ക് കയറാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ് ദൈവമക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു വാക്ക്, അതായത് പെന്തക്കോസ്തുകാരനാണെങ്കിലും ഏത് മതത്തിൽ ഏത് സഭയിൽപ്പെട്ട ഒരാളാണെങ്കിലും കർത്താവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, അവിടെ എല്ലാം ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ആർക്കാണ് ഇത്ര പ്രശ്നം? ദൈവത്തിനില്ലാത്ത പ്രശ്നം എന്തിനാണ് മനുഷ്യന്, അല്ലേ? യേശുവിനെക്കുറിച്ച് നല്ല 2 വാക്ക് നമ്മൾ പറയുന്നത്, അതിപ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ, ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും കർത്താവിന് അവിടെ വേർതിരിവില്ല കേട്ടോ. കർത്താവ് അവിടെ ഒറ്റ ഒരു രീതിയിലേ കാണത്തുള്ളൂ. അവൻ എന്നെ സ്നേഹിക്കുന്നവനാണോ, അവൻ എന്നെ അറിയുന്നവനാണോ എന്ന് മാത്രമേ നോക്കണുള്ളൂ. അല്ലാതെ നമ്മളും മതത്തിൻ്റെ പേരിൽ ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിയ സമയത്തുണ്ടല്ലോ, നിങ്ങൾക്കറിയോ, ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് കത്തോലിക്കരുള്ള ക്രിസ്ത്യാനികളുടെ നാട്ടിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്. ജനനം മുതൽ നമ്മൾ ജനിച്ച മാമോദിസ സ്വീകരിച്ച ഒരു മനുഷ്യൻ പോലും ആ നാട്ടിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും പള്ളിയിൽ പോവാറുണ്ട്. നമ്മൾ ആണ്ടുതോറും ദുഃഖവെള്ളിയും പെസഹായും ഒക്കെ നൊയമ്പും ഒക്കെ ആചരിക്കാറുണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരാൾ പോലും യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മറ്റുള്ളവരെ നന്മ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അവനവൻ്റെ സുഖത്തിന് സന്തോഷത്തിന് വേണ്ടി ജീവിക്കുകയും അടുത്ത വീട്ടിലിരിക്കുന്നവനെ കുറിച്ച് കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ പോയി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. വീട്ടിലേക്ക് വന്നിട്ട് അവിടെ കിടന്ന് ഒന്നെങ്കിൽ അടി പിടി ബഹളം കലഹം ഇതൊക്കെ പിന്നെയും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. ഈ സമ്പാദിക്കുക, ഉണ്ടാക്കുക, നമ്മൾ കഴിക്കുക, ഭക്ഷിക്കുക, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്കിടയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയോ, ഒരാളോടൊരു ജപമാല ചൊല്ലാൻ, എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല, കൊന്ത ചൊല്ലാനായിട്ട് ഞാൻ ആരോട് ചോദിക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ ആകുലതപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, ആരുടെ അരികിൽ പോവരുത്, കാരണം അവർ പഠിപ്പിക്കുന്നതല്ല നിന്നെ ദൈവം പഠിപ്പിക്കുന്നത്, നീ പോവരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ജപമാല കയ്യിലെടുത്ത വിശുദ്ധ ബൈബിള്, ഇത് 2 എന്നോട് കയ്യിലെടുക്കാൻ പറഞ്ഞ ആരാന്നറിയാമോ? പരിശുദ്ധ അമ്മയാ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പരിശുദ്ധ അമ്മ എന്നെ കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു. വെറും 4 ദിവസം കൊണ്ടാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത്. ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല കേട്ടോ, അമ്മ എന്നെ പഠിപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ, ഞാൻ വേറൊരാളുടെ അടുത്ത് പോവില്ല, കാരണം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരെന്നെ പഠിപ്പിക്കുന്നത് തെറ്റായ രീതിയിലായിരിക്കും എന്നുള്ളത് എനിക്ക് ബോധ്യമായി, അമ്മ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കൊന്ത എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ചുറ്റും ഒരുപാട് ജപമാല ചൊല്ലുന്ന ക്രിസ്ത്യാനികളുടെ നടുവിലാണ് ചോദിച്ചത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പോവരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? തെറ്റായ പ്രചരണങ്ങളാണ് 99% ആളുകൾ നടത്തുന്നത്. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്ന വേറൊരാൾക്ക് ഇഷ്ടമല്ല,
മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കിട്ടുന്ന വേറൊരാൾക്ക് ഇഷ്ടമല്ല. എന്താണ് ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ യേശു ക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നാന്തരം കത്തോലിക്കരാണെന്ന് വാദിച്ച ഒരു ദൈവമക്കളുണ്ടല്ലോ, പറഞ്ഞ വാക്കെന്നാ നിങ്ങൾക്കറിയാമോ? എഴുതി വെച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ പോയി, അല്ലെങ്കിൽ അവരെന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്ന് അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പറ്റുമോ ഒരാൾക്ക് യേശു കർത്താവാണെന്ന് അതരം തുറന്ന്, അതായത് കത്തുന്ന തീയായിരുന്നു ആ സാക്ഷ്യം എന്ന് പറയുന്നത്. എനിക്ക് സാധിക്കില്ല ഒറ്റയ്ക്ക് പോയെന്ന് പറയാം. ഞാനിപ്പോഴും അതിശയമാണ് എനിക്ക്. കാരണം ഞാൻ പലപ്പോഴും ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മീയരായിട്ട് സംസാരിക്കുമ്പോൾ അതിശയം എനിക്ക് തോന്നും. കാരണം ഇതുപോലെ യേശുവിനെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ കുടുംബം മുഴുവൻ പീഡിപ്പിക്കപ്പെടുമായിരുന്നു. കാരണം അവർക്ക് കിട്ടാത്തത് എന്തോ നമുക്ക് കിട്ടി. ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എത്രയോ കൊല്ലം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടാത്തതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടേ കിട്ടിയെന്ന് ചോദിച്ചു ക്രിസ്തുവിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒന്നാന്തരം കത്തോലിക്കർ ക്രിസ്ത്യാനികളായിരിക്കുന്നവരാണ് അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയേ? ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുന്നവരാ, എന്നിട്ട് ഞങ്ങൾക്കൊരടയാളം പോലും കിട്ടിയിട്ടില്ല, എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ജാതിയും മതവും ഒന്നും കർത്താവ് നോക്കിയിട്ടില്ല. ഈശോ എന്തുകൊണ്ടാണ് തള്ളിക്കളയുന്നത്? എന്തുകൊണ്ട് ഇവിടെ കർത്താവിന് ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ സഭയെന്നോ മതമെന്നോ ഒന്നുമില്ല. നീ ഒരു ദൈവമകനോ ദൈവമകളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നീ എൻ്റെ നിയമം പാലിക്കുക. പരിശുദ്ധമ്മ എന്താ പറഞ്ഞേ? പരിശുദ്ധമ്മ പറഞ്ഞ എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഇതറിയില്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവമകനും ഒരു ദൈവമകളും ആരും ആയിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ട ദൈവമകളെ, എത്ര വലിയ ശത്രു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ മതവും ജാതിയും, ഞാൻ പറഞ്ഞിരുന്നു, ഇതിനു മുമ്പും പറഞ്ഞിരുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നത് ഒരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. ക്രിസ്തുവിനെയാണോ പറയുന്നേ? ക്രിസ്തുവിനെയാണോ അവർ ഏറ്റു പറയുന്നേ? നിങ്ങൾ ആലോചിക്കണം, അത് വെറുതെ വരില്ല. ഹല്ലേലൂയ. ഈശോ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കർത്താവിനെ വിമർശിക്കുമ്പോൾ പോലും അവിടെ ക്രിസ്തു തന്നെയാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിനെ പ്രഘോഷിക്കുന്നവരെ നമ്മൾ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഈ പറയുന്ന പോലെ നമുക്ക് ക്രിസ്തുവിനെ എത്രമാത്രം പ്രഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ജനിച്ചപ്പോൾ മുതലേ ഞങ്ങൾ സ്നാനം സ്വീകരിച്ച് മാമോസ് സ്വീകരിച്ച് ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ്. ചില ആളുകൾ പറയുന്നത് കേൾക്കണം, ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളവിടെ ജാതിയോ മതമോ അല്ല നോക്കേണ്ടത്. നമുക്ക് വേണ്ട എന്താണെന്നറിയാം? നമ്മൾ ജാതിയും മതവും ഒന്നും ഈ ഭൂമിയിലേക്ക് ഈശോ തന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തു ഏത് ജാതിയിൽപ്പെട്ടവനാ, ഏത് മതത്തിൽപ്പെട്ടവനാ? നമ്മൾ അങ്ങനെ നോക്കാനായിരുന്നെങ്കിലല്ലോ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമോ? ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ പിന്നെ കർത്താവിന് എല്ലാവരും ക്രിസ്ത്യൻസിനെ മാത്രം തിരഞ്ഞെടുത്താൽ പോരായിരുന്നു? വിജാതീയനെന്ന് കേൾക്കുമ്പോൾ ചില മക്കൾ വിചാരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഹിന്ദുക്കൾ അക്രൈസ്തവരെയാണ് പറയുന്നത്. സത്യത്തിൽ ഈശോ എന്തുകൊണ്ടാണ് നിങ്ങളെ വിജാതീയരെ പോലെ ആവരെന്ന് പറഞ്ഞേ? വിജാതീയർ എന്ന് വെച്ചാൽ ദൈവത്തെ ഇഷ്ടമില്ലാതെ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെയാണ് കർത്താവ് വിജാതീയൻ എന്ന് വിളിച്ചേക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കർത്താവ് അക്രൈസ്തവർ ഹിന്ദുക്കളെ പേര് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പലതവണ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത് മാത്രം നമ്മൾ വിശ്വസിക്കുക, സംസാരിക്കുക, പറയുക, അത് കേൾക്കുക, അതാണ് ക്രിസ്തു എന്താണോ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൽ അസൂയയും കുശുമ്പും നമ്മൾ കാണിക്കാതിരിക്കുക.
ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവകാശമുള്ള നിത്യജീവനാണ്. അല്ലാതെ നമ്മൾ കത്തോലിക്കനാണോ അല്ലെങ്കിൽ യാക്കോബിറ്റാണോ പെന്തക്കോസ്താണോ സഭയുടെ ആ ഒരു നിങ്ങൾ ഏത് സഭയാണെങ്കിലും ആ സഭയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണേ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരമുണ്ട്. ആ അധികാരം എന്താണ്? നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുക. നമ്മളത് നോക്കിയാൽ മതി. നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് നിങ്ങൾ ഏറ്റവും നന്ദി പറയേണ്ടതാണ്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ഒരു സഭയുടെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയാണ് കുർബാന സ്വീകരിക്കാൻ. കാരണം അതിനുള്ള സമയമായിട്ടില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ കുർബാന സ്വീകരിക്കാൻ എന്താഗ്രഹം ഉണ്ടെന്ന് പറയാം. ഞാൻ പലപ്പോഴും ഈശോ എടുത്തിരുന്ന് പരാതി പറയാറുണ്ട്, ക്രൈസ്തവർ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന്. പക്ഷേ അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് കിട്ടാതെ വരണം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ഈശോ ഉണ്ട്. ഒരപ്പമായിട്ട് നമ്മുടെ കൂടെ മാറിയവനാണ് ഈശോ. ആ ഈശോയെ വേദനിപ്പിക്കരുത്. ഞാൻ പറയുകയാണ്, വിമർശിച്ചും മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളിയും നമ്മൾ കാണിക്കുന്ന സുവിശേഷമല്ല. ക്രിസ്തു ആരെയും വേദനിപ്പിച്ചിട്ടില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുക. നിങ്ങളൊരു നല്ല ക്രിസ്ത്യാനിയായി മാറുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അതിനൊരു മതമായും ജാതിയായും നിങ്ങൾ മാറ്റരുത്. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.